ഏറെ സ്നേഹാത്രണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് നാളെ പരലോകത്ത് ദുനിയാവിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം പറയണമെന്നുള്ള ബോധ്യം നമ്മിലുണ്ടാകണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവൻ്റെ ദൗത്യം. സൂറത്തുൽ ബഖറയുടെ 165-ാമത്തെ ആയത്തിൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരായിരിക്കണം. സൃഷ്ടികളിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംശയലേശമെന്നെ ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത് അള്ളാഹുവിൻ്റെ ദൂതനും അവൻ്റെ അടിമയുമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന് ചോദ്യത്തിന് ഉത്തരം നൽകിയത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നാവ് വറ്റുവരണ്ട സമയത്ത് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കേഴുന്ന ആ സന്ദർഭം, ശുദ്ധമായ തണുത്ത പാനീയം ഒരാൾക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വ്യഗ്രത, അതിനേക്കാളേറെ സ്നേഹിക്കണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബികൾ തെളിയിച്ചു കൊടുത്ത ഒരു കാര്യവുമാണ്. രണ്ട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജലാശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ആദ്യം ആ ജലമെടുക്കുക എന്നുള്ള ഒരു തർക്കം വന്നപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി അനുവാദം നൽകിയത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അത് മറ്റേ കക്ഷിക്ക് വേണ്ടത്ര രസിച്ചില്ല. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആകട്ടെ പ്രവാചകൻ്റെ ഒരു ബന്ധു കൂടിയാണ്. പക്ഷപാതിത്വം കാണിച്ചു എന്നുള്ള ഒരു മറുപടിയാണ് മറ്റേ കക്ഷി പറയുമ്പോൾ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ ആയത്താണ്. ഈ ആയത്ത് പല സംഭവങ്ങൾക്കും അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതിൽ ഒരു അവതരണ പശ്ചാത്തലമാണ് ഈ ആയത്ത്. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്. റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബുൽ ആലമീൻ പറയുകയാണ്, നിങ്ങൾക്കിടയിൽ തർക്കമുള്ള ഒരു കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിലേക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമവും ഉണ്ടാകുവാൻ പാടില്ല. കീഴടങ്ങുകയും അതിനെ സമ്മതിച്ചു കൊടുക്കുകയും വേണം എന്ന് വയുസല്ലിമൂ തസ്ലീമാ. ആ പ്രവാചകരുടെ വാക്കിന് മുകളിൽ നിങ്ങളുടെ ഒരു ചിന്തയോ മറ്റൊരു സംവിധാനമോ ഉണ്ടാകുവാൻ പാടില്ല. കീഴടങ്ങുക പരിപൂർണമായും. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. നോക്കൂ, മറ്റൊരു സംഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വിരൂപിയായ, കാണാൻ അത്ര ചന്തമൊന്നുമില്ലാത്ത ഒരു സ്വഹാബി, ആ സ്വഹാബിയെ ഒരിക്കൽ കണ്ടുകൊണ്ട് പ്രവാചകർ ചോദിക്കുകയാണ്, ജുലൈബീബ്, താങ്കൾക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ? ജുലൈബീബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് കല്യാണമോ? ആരാ പെണ്ണ് തരാൻ? വിരൂപിയായ ഈ ജുലൈബീബിന് ആരാണ് വധുവിനെ തരുവാൻ സാധിക്കുക എന്ന് ക്ലേശ മനസ്സോടുകൂടി ജുലൈബീബ് റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ജുലൈബീബിൻ്റെ മനസ്സിലുള്ള പ്രയാസം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുലൈബീബ്, നീ ഇന്ന ഗോത്രത്തിലേക്ക് ചെന്നുകൊണ്ട് ഇന്ന ആളോട് എൻ്റെ സലാം പറയുക, എന്നിട്ട് ഞാൻ പറഞ്ഞതായി പറയുക, നിങ്ങളുടെ മകളെ കെട്ടിച്ചതിരുമോ ജുലൈബീബിന്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ആ ഗോത്രത്തിൽ ചെല്ലുകയും പ്രവാചകർ പറഞ്ഞ വ്യക്തിയോട് സലാം പറയുകയും ശേഷം വന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. മനക്ലേശമുണ്ടായി ആ മനുഷ്യന്. എന്ത്? എൻ്റെ മകളെ കല്യാണം കഴിക്കുവാൻ വിരൂപിയായ നിനക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെ നിനക്ക് പറയുവാൻ സാധിച്ചു എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട് മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രമാണ്. അപ്പോഴേക്കും വീട്ടിലുള്ള ഗൃഹനായികയോട്, ഭാര്യയോട് പറയുകയാണ്, കേട്ടില്ലേ, ഈ വിരൂപിയായ ജുലൈബീബിന് നമ്മുടെ മകളെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. ആ ഉമ്മയും പറഞ്ഞു, അഥവാ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു, എങ്ങനെ സാധിച്ചു നിനക്ക് ഞങ്ങളോട് വന്ന് പറയുവാൻ. മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു വളരെ പ്രയാസത്തോടുകൂടി തിരിച്ചു പോകുവാൻ ഒരുങ്ങുമ്പോൾ വീട്ടിൻ്റെ അകത്തു നിന്നും ആ മകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും തർബിയത്ത് മനസ്സിലാക്കിയ, പ്രവാചകനിൽ നിന്നും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഉൾക്കൊണ്ട ആ മകൾ പറയുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസുല്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായമാണ് സൂറത്തുൽ അഹ്സാബ്, 36-ാമത്തെ വചനമാണ്. ആ മാതാപിതാക്കളോട് ആ മകൾ പറയുകയാണ്, ഖുർആൻ മനസ്സിലാക്കിയ മകൾ, പ്രവാചകരുടെ തർബിയത്ത് ഉൾക്കൊണ്ട മകൾ, അള്ളാഹിൻ്റെ റസൂലിനെ മനസ്സിലാക്കിയ ആ മകൾ പറയുകയാണ് മാതാപിതാക്കളോട്, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയമുള്ള ഉമ്മ, നിങ്ങൾക്കെങ്ങനെ സാധിക്കും? അറിയില്ലേ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഒരു വിശ്വാസിക്കാകട്ടെ വിശ്വാസിനിക്കാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്നും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിനിയുടെ ബാധ്യത. പിന്നീട് തൻ്റെ മനസ്സിൽ ഒരു ക്ലേശമുണ്ടാകുവാൻ പാടില്ല, ഒരു പ്രയാസമുണ്ടാകുവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിലാണ്, അഥവാ നരകം ഉറപ്പാണ് എന്നുള്ള ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മകൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വചനാമൃതത്തെ നെഞ്ചിലേറ്റിയത് എന്ന് ചരിത്രം പറയുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇച്ഛകൾക്കെതിരായി, നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായി അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ശിരസ് കുനിഞ്ഞുകൊടുക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ രണ്ട് ചരിത്രങ്ങളിൽ നിന്നും വിശ്വാസികളെ നാം പാഠമാകേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിനായിരിക്കണം നാം പൂർണ്ണമായ മനസ്സോടുകൂടി, പൂർണ്ണമായും നമ്മുടെ ഇച്ഛകൾക്ക്, നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വന്നാലും ആ പ്രവാചകന് മുന്നിൽ തലകുനിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ നിലപാടും ബാധ്യതയുമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾക്ക് പ്രവാചകനോടുള്ള ചില ബാധ്യതകളുണ്ട്. ഒന്ന് ഈമാനും തസ്ദീഖുമാണ്, വിശ്വാസവും സത്യസന്ധതയുമാണ്. ആ പ്രവാചകനിലുള്ള വിശ്വാസമാണ്, ആ പ്രവാചകനിലുള്ള തസ്ദീഖാണ്. എൻ്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ ശിരസാൽ വഹിക്കുന്നു എന്നുള്ള ആ ഒരു സിദ്ഖ് ഒരു വിശ്വാസിനികൾക്കും ഉണ്ടാകണം. രണ്ടാമത് പ്രവാചകനോടുള്ള ഒരു നിലപാട് ഇത്വാഅത്തും ഇത്തിബാഉമായിരിക്കണം. ആ പ്രവാചകനെ പൂർണ്ണമായും അനുസരിക്കുകയും ആ പ്രവാചകനെ പൂർണ്ണമായും അനുധാവനം ചെയ്യുകയും അതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് സലാമത്തും തസ്ലീമുമാണ്, രക്ഷയും കീഴടങ്ങലുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിലാണ് ഒരു വിശ്വാസിയുടെ ഇഹപര ജീവിതത്തിലെ രക്ഷയും ആ പ്രവാചകനിൽ കീഴടങ്ങി കൊടുക്കലാണ് രണ്ട് ലോകത്തുമുള്ള വിജയവുമെന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കുക. പിന്നീട് ആ പ്രവാചകൻ പറയുന്നതിനെ ഇജാബത്ത് ചെയ്യുക, ഉത്തരം നൽകുക, മനസ്സിൽ പ്രയാസമില്ലാതെ. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 50 സ്ഥലങ്ങളിലധികമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണമെന്ന് പറയുന്നത്.
അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കലാമിൽ 50 ആയത്തുകളിലായിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. വഅതിഉർ റസൂൽ വഅതിഉല്ലാഹ വർ-റസൂൽ ലഅല്ലകും തുർഹമൂൻ. സൂറത്തു ആലി ഇംറാനിലെ വ്യത്യസ്തമായ 31 മുതലുള്ള ആയത്തുകളാണ് 4-5 പ്രാവശ്യം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണമെന്ന് പറയുന്ന വചനാമൃതങ്ങളാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുവാൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുവാൻ വിശ്വാസി അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണമെന്നാണ് ഈ വചനങ്ങളിൽ കൂടി പറയുന്നത്. ഇനി സ്വർഗം വേണമോ? ആഗ്രഹിക്കാത്തവരായ വിശ്വാസികളിൽ ആരുണ്ട്? ആ സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസിയോട് റഹ്മാനായ റബ്ബിൻ്റെ നിർദ്ദേശം നോക്കൂ. സൂറത്തുൻ നിസായിലെ 13-ാമത്തെ വചനം, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അളീം. വമ്പിച്ച വിജയമാണെന്നും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അരുവിയൊഴുകുന്ന സ്വർഗം, ശാശ്വതമായ ആ വരദാനമായ സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ കലാമാണ് വിശ്വാസികളെ. ഇനി ആ പ്രവാചകനെ ധിക്കരിക്കുന്ന ഒരു വിശ്വാസിനിയാണെങ്കിലോ അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീത് നോക്കൂ. വമൻ യഅസുല്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദീന ഫീഹാ. ശാശ്വതമായിട്ടുള്ള നരകമാണ്. ആര് അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നുവോ, ആര് പ്രവാചകനെ ധിക്കരിക്കുന്നുവോ നരകപ്രവേശം ഉറപ്പാണ് എന്ന് സൂറത്തു നിസായിലെ 14-ാമത്തെ ആയത്തിൽ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു തആല ആദരിച്ച അമ്പിയാക്കന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സഹവാസത്തോടുകൂടി നാം ജീവിതം ആഗ്രഹിക്കുന്നുവോ വിശ്വാസികളോട് റബ്ബ് തആല പറയുകയാണ് സൂറത്തു ആലി ഇംറാനിലെ 69-ാമത്തെ ആയത്തിൽ, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ വഹസ്ന ഉലൈക റഫീഖാ. ഉന്നതമായ ആ അല്ലാഹു തആല ആദരിച്ച ഈ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് സഹവസിക്കുവാൻ സാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വഅദയാണ് സഹോദരങ്ങളെ. ആര് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചുവെന്നാണ് സൂറത്തുൻ നിസായിലെ 80-ാമത്തെ ആയത്ത്. മൻ യുതിഉ റസൂൽ ഫഖദ് അത്വഅ അല്ലാഹ്. ആര് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിയോ, ആര് പ്രവാചകരെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ നിശ്ചയമായും അനുസരിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വിശ്വാസികളെ. ഇനി ആ പ്രവാചകന്റെ ഒരു കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ആരാണോ ജീവിക്കുന്നത് നോക്കൂ. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ്, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ വഹ്ദറു. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക വേണം. നിങ്ങൾ അതിനെതിരെ ജീവിക്കുകയാണെങ്കിൽ വഹ്ദറു, നിങ്ങൾ സൂക്ഷിക്കണം. ദുനിയാവിലും സൂക്ഷിക്കണം, പരലോകത്തും സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് സ്വഹാബികൾ ചെയ്തുകൊണ്ടിരുന്ന, അന്ന് ഹറാമല്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആനിലെ വിളംബരമിറങ്ങുകയാണ്. ഇതാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഹറാമാക്കിയിരിക്കുകയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ. ഇതിൽ നിന്നും വിരമിക്കുവാൻ സമയമായില്ലയോ എന്നുള്ള അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ കലാമിന് ഉത്തരം നൽകിക്കൊണ്ട് പറയുന്നത്, ഇൻതഹൈനാ ഇൻതഹൈനാ, ഞങ്ങൾ വിരമിച്ചിരിക്കുകയാണ്, ഞങ്ങൾ വിരമിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുകയാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസ്സാൽ വഹിച്ചവരാണ് മഹാന്മാരായ സ്വഹാബികൾ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 2 പരാമർശങ്ങൾ കാണാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്തും അതുപോലെ സൂറത്തു ആലി ഇംറാനിലെ ഒരായത്തും. എന്താണ് ആയത്ത്? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്നു ആ മനുഷ്യർ. ആരാണവർ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവർ. ഏറ്റവും വഴിപിഴച്ചവരായിരുന്നു, ഏറ്റവും ദുഷിച്ച വിശ്വാസ ആചാരത്തിൻ്റെ ആൾക്കാരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ 2 ആയത്തുകളിലും പറയുകയാണ്. 23 വർഷക്കാലം കൊണ്ട് സംസ്കരിച്ചെടുക്കുകയാണ് ആ മനുഷ്യ സമൂഹത്തെ, ആ ജനപദത്തെ. അള്ളാഹുവിൻ്റെ റസൂൽ
ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സംസ്കരിച്ചെടുക്കുകയും ആ പ്രവാചകന്റെ തർബിയത്തിൽ കൂടി വളർത്തിയെടുക്കുകയും ചെയ്ത ആ സമൂഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ പിന്നീടുള്ള ആയത്ത് റളിയല്ലാഹു അൻഹും വറളു അൻഹു സൂറത്തുൽ തൗബയുടെ 100-ാമത്തെ വചനത്തിലും സൂറത്തുൽ മുജാദല 22-ാമത്തെ ആയത്തുകളിൽ കൂടി ഏതൊരു സമൂഹത്തെ വഴിപിഴച്ചവരെന്ന് പറഞ്ഞുവോ, ഏതൊരു സമൂഹത്തെ പിഴച്ചവരെന്ന് പറഞ്ഞുവോ, അതേ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ കൂടി പ്രപഞ്ച സൃഷ്ടാവ് ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകുകയാണ്. അവർ നാം തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അവർ നമ്മയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? ഇതാണ് അവരുടെ ജീവിതം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടോ, തൻ്റെ യുക്തിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു പ്രതികരണം വച്ചുകൊണ്ടോ ആ പ്രവാചകന്റെ വചനാമൃതങ്ങളെ തള്ളുവാനോ അതിനെ അവഗണിക്കുവാനോ പാടില്ല എന്ന് മനസ്സിലാക്കിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബികൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തിൽ റബ്ബു തആല പറയുന്നത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നുവോ അത് 2 കൈയും നീട്ടി നിങ്ങൾ സ്വീകരിക്കണം. ഏതൊരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയോ പരിപൂർണമായും നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇല്ലെങ്കിലോ വേദനയേറിയ ശിക്ഷ അവരെ കാത്തിരിക്കുകയാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് നോക്കൂ. ഇനി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി, ഇത് സുന്നത്തായ ഒരു കാര്യമാണ്, ഇത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്, വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ നാടിനൊത്ത് അവൻ നീങ്ങുകയാണെങ്കിൽ, അവൻ്റെ ഇച്ഛക്കൊത്ത് അവൻ നീങ്ങുകയാണെങ്കിൽ, അവൻ്റെ താല്പര്യത്തിനൊത്ത് അവൻ പ്രവാചകരുടെ വചനാമൃതങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ, വിശ്വാസികളെ ദുനിയാവിലും പരലോകത്തും തക്കതായ ശിക്ഷയും ഫിത്നയും മുസീബത്തും അവനെ കാത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് സഹോദരങ്ങളെ. 24-ാം അധ്യായമായ സൂറത്തുൻ നൂർ 63-ാമത്തെ ആയത്താണ്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. സ്വഹാബികൾ ഞെട്ടിത്തെറിച്ചു പോയ ആയത്താണ് സഹോദരങ്ങളെ. ഖുലഫാഉർ റാഷിദീങ്ങൾ ഒരു കാര്യം ചെയ്താലും അതിന് വിരുദ്ധമായി അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് സ്വഹാബാക്കളാണ്. അതാണ് ഈ ആയത്ത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചോ, വ്യക്തമായ പ്രമാണങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയോ, അത് ഹൃദയാന്തരങ്ങളിലേക്ക് തുളച്ചു കയറണം, അത് 2 കൈകളും നീട്ടി സ്വീകരിക്കണം. പിന്നീട് അവന്റെ മനസ്സിൽ ഒരു ക്ലേശമോ ഒരു കുറ്റമോ ഒരു അപകർഷതാബോധമോ അവനിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ കലാമിലെ ആയത്താണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക മുസ്ലിംകൾ അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി, അതിന്റെ മുസന്നിഫായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അഫ്ളലുൽ മുസ്ലിമീന റജുലുൻ. ആരെന്നറിയുമോ മുസ്ലിമീങ്ങളിൽ ഏറ്റവും അഫ്ളലായവർ? അഹ്യാ സുന്നത്തൻ മിൻ സുനനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീതത്. ആരാണ് ഉത്തമർ? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അത് നിലച്ചു പോകുന്ന ഒരു കാലഘട്ടം, അത് മരിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആരാണോ ആ സുന്നത്തിനെ ഹയാത്താക്കുന്നത് അവരാകുന്നു ഏറ്റവും മുസ്ലിമീങ്ങളിൽ വമ്പിച്ചവർ, അവരാണ് ഉത്തമർ. അതുകൊണ്ട് സുന്നികളെ ആര് പറയുന്നു? മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫസ്ബിറൂ യാ സ്വഹാബസ് സുനൻ. സുന്നികളായ സ്വഹാബാക്കളെ അഥവാ അനുചരന്മാരെ നിങ്ങൾ ക്ഷമിക്കുക. സുന്നി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, പേരുകൊണ്ടുള്ള സുന്നിയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളെ അനുധാവനം ചെയ്യുന്ന സുന്നികളെ നിങ്ങൾ ക്ഷമിക്കുക. റഹിമക്കുമുല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഫഇന്നകും അഖല്ലുൻ നാസ്, നിങ്ങൾ ജനങ്ങളിൽ അങ്കുലി പരിമിതമായിരിക്കും, വിരലിലെണ്ണാവുന്നവരായിരിക്കും, വളരെ കുറഞ്ഞവരായിരിക്കും നിങ്ങൾ. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്
സുന്നികളെ വിളിച്ചുകൊണ്ട് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സുന്നികൾ കുറവ് തന്നെയായിരിക്കും. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന് അനുധാവനം ചെയ്യുന്നവർ പേരുകൊണ്ടല്ല, വേഷം കൊണ്ടല്ല, അള്ളാന്റെ റസൂലിന്റെ കാര്യങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ആര് പിൻപറ്റുന്നുവോ അവർക്ക് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തുണ്ടാകുമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. പലർക്കും ഇന്ന് അബീജഹലിന്റെ സ്വഭാവമാണ്. എന്താണ് അബൂജഹലിന്റെ സ്വഭാവം? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സബദത്ത് വന്നുകൊണ്ട് അബൂജഹൽ പറയുകയാണ്, മുഹമ്മദേ ഇന്നാ ലാ നുകദ്ദിബുക്, നിന്നെ ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല മുഹമ്മദേ, നീ സ്വാദിഖുൽ അമീനാണ്, നീ അല്ലമീനാണ്, സത്യസന്ധനാണ്. ഇന്നാ ലാ നുകദ്ദിബുക്, നിന്നെ ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല. വലാകിൻ നുകദ്ദിബുൽ ലദീ ജിഅത ബിഹി, ഞങ്ങളെ നീ എന്തൊരു ആദർശമാണോ കൊണ്ടുവന്നത്, പടച്ചവനിലേക്ക് അടുക്കുവാൻ പടപ്പുകളെ വേണ്ട എന്ന് പറയുന്ന നിന്റെ ആദർശമുണ്ടല്ലോ, അതിനെ ഞങ്ങൾ കളവാക്കുകയാണ്. അള്ളാഹുവിന് മാത്രം നേർച്ചകൾ നൽകണമെന്നുള്ള നിന്റെ ആദർശമുണ്ടല്ലോ, അതിനെ ഞങ്ങൾ കളവാക്കുകയാണ്. ഖുർആനിനെയും സുന്നത്തിനെയും ഞങ്ങൾ കളവാക്കുകയാണ്, നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല എന്ന് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പ്രവാചകരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അള്ളാന്റെ റസൂലിന് വിഷമം തോന്നുകയാണ്. ഉടനെ തന്നെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പ്രവാചകരെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടുള്ള വചനമിറങ്ങുകയാണ്. വിശ്വാസികളെ, സൂറത്തു അൻആം 33-ാമത്തെ ആയത്തിൽ കൂടി ഖദ് നഅലം, പ്രവാചക നമ്മൾ അറിയുന്നുണ്ട്, ഇന്നഹു ലയഹ്സുനുക അല്ലദീന യഖൂലൂൻ, അങ്ങയെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അബൂജഹലിന്റെ ഈ വാക്കുണ്ടല്ലോ, അങ്ങയുടെ മനസ്സ് വേദനിക്കുന്നത് നാം അറിയുന്നുണ്ട് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, അങ്ങയെയല്ല കളവാക്കുന്നത്. വലാകിന്ന അല്ലാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, യഥാർത്ഥത്തിൽ നമ്മയാണ്, അല്ലാഹുവിനെയാണ് അവർ വ്യാജമാക്കുന്നത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ നിഷേധിക്കുന്നത്. അതുകൊണ്ട് പ്രവാചക, ഇത്തരം കുത്തുവാക്കുകളൊന്നും അങ്ങയുടെ മനസ്സിൽ വേദന തോന്നേണ്ട പ്രവാചക എന്ന് മഹാനായ പ്രവാചകരെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന് ഇറങ്ങുകയാണ്. വിശ്വാസികളെ ഇന്ന് അത്തരം ഒരു നിലപാടുകളായി പറയുന്നില്ല പലരും. ആരെങ്കിലും പറയുമോ, മുഹമ്മദേ നിന്നെ ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല, നീ കൊണ്ടുവന്നതിനെയാണ് ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്ന് മുസ്ലിമീങ്ങളായ ആരും പറയുകയില്ല. പക്ഷെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനസ്സുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറമേ അവർ പറയുന്നു ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ പ്രവാചകരുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നവരാണ്. നോക്കൂ, എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറയുവാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലും സത്യവിശ്വാസികൾക്ക് നൽകിയ ഒരു വസിയ്യത്ത്, ലാ തജ്അൽ ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്. ആര് പറഞ്ഞു? അഷ്റഫുൽ ഖൽഖാണ് പറഞ്ഞത്. എപ്പോൾ പറഞ്ഞു? ഈ ലോകത്ത് നിന്നും വിട പറയുന്ന ആ സമയത്ത് എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത് എന്ന് അള്ളാന്റെ റസൂല് വഫാത്താകുന്ന സമയത്ത് ഈ സമുദായത്തോട് വസിയ്യത്ത് ചെയ്തുവെങ്കിൽ വിശ്വാസികൾ ഉൾക്കൊള്ളണ്ടേ? എങ്കിലല്ലേ അവൻ സുന്നിയാവുകയുള്ളൂ, എങ്കിലല്ലേ അവൻ സുന്നത്തിന് അനുധാവനം ചെയ്യുന്നവനാവുകയുള്ളൂ. കിട്ടി ഉയർത്തപ്പെട്ട ഖബറുകളെ നിങ്ങൾ ഇല്ലാമയാ ചെയ്യണം. ഒരു ചാണിൽ കൂടുതൽ ഖബർ കെട്ടി ഉയർത്തരുത് എന്ന് പഠിപ്പിച്ചതാരാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് എത്രയെത്ര ഖബറുകളാണ് കെട്ടി ഉയർത്തിക്കൊണ്ട് അവിടെ ഈദുകളാക്കുന്നത്. ഇന്ന് ആഘോഷമാണ്. കടൽ തീരത്ത് മുഴുവനും ഓരോ റബീഉൽ അവ്വലും റബീഉൽ ആഖിറും ജമാഅത്തുൽ അവ്വൽ 1 മുതൽ 10 വരെ ആഘോഷങ്ങളാണ്. തിമിർത്താടുകയാണ് മുസ്ലിം സമുദായം. എന്തേ? മരിച്ചവർക്ക് വേണ്ടിയുള്ള ആണ്ട് നേർച്ച, മരിച്ചു മൺമറഞ്ഞു പോയവർക്കുള്ള ഉറൂസുകൾ. ആര് പഠിപ്പിച്ചു ഈ ആദർശം? അതാണ്. ഇവർ അബൂജഹലിനെ പോലെ വ്യക്തമായി പറയുന്നില്ല, പക്ഷേ അവർ ഉള്ളിലൊതുക്കുകയാണ്. പ്രവാചകന്റെ വസിയ്യത്തൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് ഞങ്ങളുടെ വ്യവസായമാണ്, ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ്, ഇത് ഞങ്ങളുടെ ഉദരപൂരണമാണ്, ഞങ്ങളുടെ നിലനിൽപ്പാണ്. അങ്ങനെ ഒരു ആണ്ട് നേർച്ചയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ 8-9 മദ്രസയിലെ അധ്യാപകന്മാർക്ക് ശമ്പളം നൽകുക? ഞങ്ങൾ എങ്ങനെയാ പെർ ഹെഡ് ഓരോ വർഷവും ഞങ്ങൾ വീട്ടുവരി കൊടുക്കുക?
അത് അവരുടെ മനസ്സിൽ പണ്ഡിതന്മാർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്നില്ല ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്തിന് വിരുദ്ധമാണ്. മുത്ത് റസൂൽ ഈ ലോകത്ത് നിന്നും വിട പറയുന്ന സമയത്ത് പോലും എന്റെ ഖബറിനെ പോലും നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞുവെങ്കിൽ അതിനേക്കാളും എത്രയോ താഴേക്കിടയിലുള്ളവരാണ് ഈ ചുറ്റുപാടും കാണുന്ന ഈ മഹാന്മാരെന്ന് പറയുന്നവരും മഹദികളെന്ന് പറയുന്നവരും. എങ്ങനെ ഒരു വിശ്വാസിക്ക് ഈദാക്കുവാൻ സാധിക്കും? എങ്ങനെ ഒരു വിശ്വാസിക്ക് അവിടെ ഉറൂസ് ആഘോഷിക്കുവാൻ സാധിക്കും? അതാണ് ഇവിടെ പറഞ്ഞത്. ഇവരുടെ സ്നേഹം വ്യാജമാണ്, ഇവരുടെ സ്നേഹം ഭൗതിക താല്പര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആദർശമല്ല. അതുകൊണ്ടാണല്ലോ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ ചർവണമായിട്ട് വ്യക്തമായി പറയുകയാണ് ഈ പുരോഹിത വർഗം. ക്ഷമിക്കണം സഹോദരങ്ങൾ, ഇവർ അത്രയ്ക്കും ദീനിനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ദീനിനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഖുതുബകളിൽ ചിലപ്പോഴൊക്കെ വൈകാരികമായി സംസാരിക്കേണ്ടി വരുന്നത്. നോക്കൂ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളതിൻ്റെ മഹത്വം വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയതാണ്. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. 1000 മാസത്തേക്കാൾ പുണ്യം. അന്ന് വിശ്വസ്തനായ മലക്കും കൂടെയുള്ള മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാവ് അല്ലേ, ഖുർആൻ ഇറങ്ങിയ രാവ് എന്നൊക്കെ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹായ ഹദീസുകൾ കൊണ്ടും കൃത്യമായി ഇടം പിടിച്ചതാണ്. ഇന്ന് ഈ തലേക്കെട്ട് വർഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവിനേക്കാൾ മഹത്വമാണ് നബി ജനിച്ച രാത്രി. നഊദു ബില്ലാഹ്. ഇവരെ എങ്ങനെയാ പറയുക? ഇവർ അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവരല്ലേ? ഇവർ ഖുർആനിനെ ധിക്കരിക്കുന്നവരല്ലേ? അല്ലാഹുവിന്റെ കലാമിൽ വ്യക്തമായി നസ്വായി പറഞ്ഞ ഒരു കാര്യത്തെ പോലും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ആ ആയത്തിനെ പോലും കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയാണ് വിശ്വാസികളെ. എങ്ങനെയാ ഒരു വിശ്വാസിക്ക് സഹിക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് സഹിക്കുവാൻ സാധിക്കുക സഹോദരങ്ങളെ? നബിയേക്കാൾ ഇവർക്ക് സ്നേഹം ആധാറുകളോടാണ്, വ്യാജ ആധാറുകൾ. നബിയുടെ മുടി, നബിയുടെ ചട്ടി, നബിയുടെ പൊട്ട്, നബിയുടെ പെട്ടി, എന്തൊക്കെയാണ് ആധാറുകൾ. അതിനേക്കാളും ഇഷ്ടം ആധാറുകളെ സൂക്ഷിക്കുന്ന ചില ഗേഹങ്ങളാണ്, ചില നോളജ് സിറ്റുകളാണ് അവർക്ക് വലിയ ഇഷ്ടം. എന്തേ? ഇതുപോലെയുള്ള പെട്ടിയും ചട്ടിയും മുടിയുമൊക്കെ സൂക്ഷിക്കണം. വ്യാജമാണ്. അതിനേക്കാളും വില ആ നോളജ് സിറ്റിയുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾക്കാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര ലക്ഷം രൂപ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കമ്പോളവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ വിശ്വാസികളെ ഇവർക്കെതിരെ ശബ്ദിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ നാവ്? പിന്നെ എന്ത് ഈമാനാണ് നമുക്കുള്ളത് വിശ്വാസികളെ? അത് അനൈക്യമുണ്ടാവുകയില്ലേ? അത് ഐക്യത്തോടെ പോകുന്നവരോട് അത് ഐക്യം നഷ്ടപ്പെട്ടു പോവുകയില്ലേ എന്നൊക്കെ ഈ പറഞ്ഞുകൊണ്ടുള്ള ഈ വ്യാജമുണ്ടല്ലോ. റബ്ബിന്റെ അടുക്കൽ അൽയൗമ നഖ്തുമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മറുപടി പറയണം വിശ്വാസികളെ. കൈകൾ സാക്ഷി പറയുമെന്നാണ്, കാലുകൾ സാക്ഷി പറഞ്ഞുകൊണ്ട്, അവയവങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ വായകൾ സീല് വെച്ചു കളയുമെന്നാണ് സൂറത്ത് യാസീനിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കപടമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനമാണ് നാം ഈ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ട്. നോക്കൂ, ഇത് വിമർശിക്കുവാൻ വേണ്ടി പറയുകയല്ല. എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള ഒരു ആത്മവിമർശനവും വിചിന്തനവുമാണ് വിശ്വാസികളെ നമുക്ക് വേണ്ടത്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസ്ഥാനത്തിൻ്റെ വെളിച്ചമാണ് തിരുദൂതർ എന്നാണ് ക്യാമ്പയിൻ്റെ പ്രമേയം. അതിൽ എല്ലാ ജില്ലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിക്കുറിപ്പ് എന്താണ്? റസൂലിനെ പിൻപറ്റുക, സുന്നത്തിനെ മുറുകെ പിടിക്കുക. കേൾക്കാൻ എത്ര ഇമ്പമാണ്! അള്ളാന്റെ റസൂൽ തിരുദൂതരാണ്, വെളിച്ചം. റസൂലിനെ പിൻപറ്റുകയും സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ആരാണ് ഇഷ്ടപ്പെടാത്തത്? പക്ഷേ ഈ പ്രമേയം കൊണ്ട് നടക്കുന്നവർക്ക് ആത്മാർത്ഥതയുണ്ടോ? ഒരു വിമർശനമാണിത്, നസീഹത്തോടു കൂടിയുള്ള വിമർശനം. അള്ളാന്റെ റസൂലിനെ പിൻപറ്റുകയും റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരുടെ ഈ പ്രാസ്ഥാനികമായിട്ടുള്ള ഈ ആൾക്കാരുടെ നിലപാടെന്താണ്?
ഉജ്ജ്വലമായ ആശയമാണ്, ഒരു സംശയവുമില്ല. എന്താ ഇവർ അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തമായ സുന്നത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ശാഖാപരമല്ലേ? എന്തിനാ അതിനെക്കുറിച്ചൊക്കെ തർക്കിച്ച് സമയം കളയുക? എത്രയെത്ര സുന്നത്തുകളെയാണ് ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. തൗഹീദിന്റെ വിഷയത്തിൽ പോലും അതാണ് സങ്കടം. തൗഹീദി വക്താക്കൾ എന്ന് പറയുന്നവർ തൗഹീദിന്റെ വിഷയത്തിൽ പോലും ഇവരുടെ അടിത്തറ എന്താണ്? ഒരു നാട്ടിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ, സമുദായത്തിൽ അനൈക്യമുണ്ടാവുകയാണെങ്കിൽ തൗഹീദ് പറഞ്ഞ് അവിടെ ഐക്യത്തിന് വിഘാതമുണ്ടാക്കരുത്. നഊദുബില്ല. ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിലുള്ളതാണ്. എന്ത്? ഒരു നാട് ഐക്യത്തോടുകൂടി പോവുകയാണ്, അവിടെ തൗഹീദ് പറഞ്ഞാൽ അനൈക്യമുണ്ടാകുമെന്ന് കണ്ടാൽ നിങ്ങൾ തൗഹീദ് ശബ്ദിച്ചു പോകരുത്. അല്ലാഹുവിൽ ശരണം വിശ്വാസികളെ. അതിന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. തൂരി സൈനാ മലയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ പശുക്കുട്ടിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയ രംഗം കണ്ടുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താടി പിടിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ, നീ എന്തേ ഇതിനെതിരെ ശബ്ദിക്കാത്തത്? അപ്പൊ ഹാറൂൻ നബി പറഞ്ഞു പോലും, അനൈക്യമുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദുർവ്യാഖ്യാനമാണ്, പച്ച ദുർവ്യാഖ്യാനം. അങ്ങനെയുള്ളവരാണ് സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർ വ്യക്തമായ ബിദ്അത്തെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. ഇപ്പൊ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാം ദുആ ചെയ്യുകയും മഅ്മൂമുകൾ ആമീൻ ചൊല്ലുകയും ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണല്ലോ. ഇവർ പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് പോലും വ്യക്തമായി പഠിപ്പിക്കുകയാണ് അത് ബിദ്അത്താണ്. അള്ളാന്റെ റസൂലിന്റെ 23 വർഷ കാലഘട്ടത്തിൽ ഒരു നമസ്കാരത്തിൽ പോലും കൂട്ടുപ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് സ്വാധീനമുള്ള മസ്ജിദുകളിൽ കൂട്ടുപ്രാർത്ഥന നടത്തുന്നു. എന്തേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക? അതൊരതരം അഡ്ജസ്റ്റ്മെന്റിൽ കൂടി പോയാലേ ജനങ്ങളെ കിട്ടുകയുള്ളൂ. പച്ചയായി അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ വിഭജിക്കുന്നവരാണവർ. ക്ഷമിക്കണം, അവർ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കണം. ആത്മാർത്ഥതയുണ്ടോ സഹോദരങ്ങളെ? എന്ത് ആത്മാർത്ഥതയാണ് ഈ വിഷയത്തിൽ അവർക്കുള്ളത്? ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുവാൻ വേണ്ടിയാണോ അള്ളാന്റെ റസൂൽ 23 വർഷക്കാലം ശിർക്കിനെതിരെയും ബിദ്അത്തിനെതിരെയും പടപൊരുതിയത്? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് പ്രവാചകന്മാരാണ് ലോകത്ത് പീഡിപ്പിക്കുക? നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഖലീലുള്ളാഹ് വലിച്ചെറിയപ്പെടുമോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രവാചകൻ കണ്ടിരുന്നുവെങ്കിൽ അത്രയും പീഡനമുണ്ടാകുമോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമോ? സഹോദരങ്ങളെ, സാന്ദർഭികമായി പറയുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തെന്ന് ബോധ്യമാകുന്ന ഒരു കാര്യം. അങ്ങനെയായിരുന്നു സ്വഹാബികൾ ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ആൾക്കാരൊന്നുമായിരുന്നില്ല സഹോദരങ്ങളെ. അവർ ധീരമായ നിലപാടുകൾ സ്വീകരിച്ചവരായിരുന്നു. സ്വീകരിച്ചു. നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകൻ ബിലാൽ, ചരിത്രം പലപ്പോഴും കേട്ടതായിരിക്കാം, അറിഞ്ഞതായിരിക്കാം. സുനന് ദാരിമിയിലും സ്വഹീഹ് മുസ്ലിമിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എന്താണ് അവിടെ പറയുന്നത്? മകൻ ബിലാലിനോട് പിതാവായ അബ്ദുള്ള അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും കേട്ടത് നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. എന്താണ് കേട്ടത്? ലാ തംനഉ നിസാഅകുൽ മസാജിദ ഇദസ്തഅദന്നകും ഇലൈഹാ, നിങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പള്ളിയിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ഇതാണ് അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും കേട്ട ഹദീസ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പിതാവായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഫഖാല ബിലാൽ, ഇത് കേട്ടപ്പോഴേക്കും പിതാവിനോട് ബിലാൽ പറയുകയാണ്, വല്ലാഹി ലനംനഉഹുന്ന, ഉപ്പാ ഞാൻ തടയുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോഴേക്കുമുള്ള ആ ഒരു ധാർമ്മിക രോഷമുണ്ടല്ലോ ആ പിതാവിന്. അതാണ് വിശ്വാസികളെ നമുക്ക് വേണ്ടത്. പലപ്പോഴും ആ ഈമാൻ നഷ്ടപ്പെട്ടു.
ആ ധാർമ്മിക ദോഷമാണ് മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ പ്രകടമായത്. ഫസബ്ബഹു സബ്ബൻ സയ്യിആ, മോശമായ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ചുവെന്നാണ്. മാ സമിഅതഹു സബ്ബഹു മിസ്ലഹു ഖത്ത്, ഇതുപോലെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഒരു ചീത്ത വാക്ക് മകനെതിരെ സംസാരിച്ചിട്ടില്ല എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ഫളറബ ഫീ സ്വദരിഹി, നെഞ്ചിൽ ഒരു ഇടി കൊടുത്തുവെന്നാണ്. ഫമാ കല്ലമഹു അബ്ദുല്ലാഹി ഹത്താ മാത, മരിക്കുന്നത് വരെ ആ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ ആ മകനോട് സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ വിശ്വാസികളെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. അത് വ്യാജമായിരുന്നില്ല അവർക്ക്. എന്തേ അവർ ഞാൻ തടയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാരുടെ ഈ ജൽപ്പനങ്ങളെ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം പ്രതികരണമായിരിക്കും അവരോട് നടത്തുക വിശ്വാസികളെ. ഈ വിഷയത്തിൽ പോലും മകനെ നെഞ്ചിലിടിക്കുകയും ശക്തമായി മോശമായ വാക്കുകൾ പറയുകയും ആ മകൻ അല്ലെങ്കിൽ ആ പിതാവ് മരിക്കുന്നത് വരെ മകനോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നോക്കൂ. അവരങ്ങനെയാണ് അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചത്. അല്ല സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ള ക്യാമ്പയിൻ സ്വീകരിക്കുകയും ജീവിതത്തിൽ ഒരു ഇലാസ്റ്റിക് നിലപാടുമായിട്ടല്ല അവർ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. മനസ്സിലാക്കുക വിശ്വാസികളെ, അള്ളാന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയാൽ പിഴച്ചു പോകുമോ എന്ന് പോലും ആ സ്വഹാബികൾ അവർ സംശയിച്ചുവെന്നാണ്, ഭയപ്പെട്ടുവെന്നാണ്. അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ഒരു കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയേയില്ല. എന്തുകൊണ്ട്? ഫഇന്നി അഖ്ശാ ഇൻ തറകതു ഷൈഅൻ മിൻ അംരിഹി അൻ അസീഗ്, ഞാനെങ്ങാനും ആ സുന്നത്തിനെ ഒഴിവാക്കിയാൽ ഞാൻ പിഴച്ചവനായി പോയെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആര് പറഞ്ഞു? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിശ്വാസികളെ, എത്ര സുന്നത്തിനെയാണ്, അത് ശാഖാപരം, അതെന്താ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കണമോ? അതെന്താ അങ്ങനെ? അതൊരു താടി, അതൊരു സുന്നത്തല്ലേ, ചെയ്താൽ കൂലിയും ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുസ്ലിയാക്കന്മാർ മദ്രസകളിൽ പഠിപ്പിച്ചു വച്ചത്. വിശ്വാസികളെ, അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അതാണ് സ്നേഹം. അള്ളാന്റെ റസൂല് ഒരു പ്രവാചകൻ നടക്കുന്ന ആ ഒരു കാൽപാദം പോലും ഇത്ബാ ചെയ്ത മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അദ്ദേഹത്തിന്റെ സുന്നത്തിന്റെ ആ തീക്ഷ്ണതയാണ് വിശ്വാസികളെ നാം ഇവിടെ കേൾക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമായി, അഥവാ വേട്ടമൃഗത്തെ കല്ലുകൊണ്ട് എറിയുന്ന ഒരു സംഭവം പ്രവാചകൻ നിരോധിച്ചു. അള്ളാന്റെ റസൂലിന്റെ ഈ സുന്നത്തിന് വിരുദ്ധമായി ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? വേട്ടമൃഗത്തെ കല്ലുകൊണ്ടെറിഞ്ഞ് അതിന്റെ കാതിനെ മുറിവേൽപ്പിക്കുകയും അംഗഭംഗം വരുത്തുകയും ചെയ്തത് കണ്ടുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ നിലപാട് നോക്കൂ. വല്ലാഹി ലാ ഉകല്ലിമുക അബദാ, നിന്നോട് ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല. അള്ളാന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് മനസ്സിലാക്കിയിട്ടും നീ അതിനെ അവഗണിക്കുന്നുവല്ലോ, നിന്നോട് ഞാൻ സംസാരിക്കുകയില്ല. വല്ലാഹി ലാ അശ്ഹദു ലക ജനാസതൻ, നിന്റെ മയ്യിത്ത് നമസ്കാരത്തിന് പോലും ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. വലാ അഊദു ബിക ഫീ മറദുൻ, നീ രോഗിയാൽ ഞാൻ നിന്നെ സന്ദർശിക്കുക പോലും ഞാൻ ചെയ്യൂല. നോക്കൂ, ഇത് ആരുടേതാണ്? ഇവർ തീവ്രവാദിയാണോ? അങ്ങനെ ചിലരൊക്കെ പറയുക, ഓ ഒരു തീവ്രവാദി വന്നിരിക്കുകയാണ്, കണങ്കാലിന്റെ മുകളിൽ ഡ്രസ്സുകൾ ധരിക്കുന്ന, നീണ്ട താടി വയ്ക്കുന്ന ഒരു തീവ്രവാദി വന്നിരിക്കുകയാണ്. ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദി? നഊദു ബില്ലാഹ്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തെന്ന് വ്യക്തമായും ബോധ്യമായ നമുക്ക് അതിന് എന്ത് ന്യായം പറഞ്ഞു? നോക്കൂ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്, പ്രവാചകരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, മോനെ അങ്ങനെ കഴിക്കല, വലത് കൈ കൊണ്ട് കഴിക്കുക, അതല്ലേ സുന്നത്ത്, അതല്ലേ പഠിപ്പിച്ചത്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു ധിക്കാരത്തോടു കൂടി ഞാൻ ഇടത് കൈ വെച്ചുകൊണ്ട് തന്നെ കഴിക്കുന്നു, ഇപ്പൊ എന്താ ചെയ്യുക? അള്ളാന്റെ റസൂൽ പറഞ്ഞെന്നറിയോ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ചരിത്രത്തിൽ കാണാം, അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഇടത് കൈ അല്ലെങ്കിൽ വലത് കൈ ഉയർന്നിട്ടില്ല എന്ന് സ്വഹാബികൾ സാക്ഷ്യം പറയുകയാണ്. നോക്കൂ, സുന്നത്തിനെ കളിയാക്കുന്നതിന്റെ ആ ശിക്ഷ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ലഭിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
അതാണ് വിശ്വാസികൾ. സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. അല്ലാതെ ഒരു പ്രമേയം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. ഒരു ക്യാമ്പയിൻ മാത്രം സ്വീകരിച്ചത് കൊണ്ട് മാത്രം അത് അവസാനിക്കുന്നില്ല. നാട്ടിനെതിരെ ഒരു സുന്നത്തിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയും ജീവിതത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യണം. അല്ലാതെ നാടിനൊത്ത് നീങ്ങുക എന്നുള്ളത് എന്ത് സുന്നിയാണ്, എന്ത് അഹ്ലു സുന്നയാണ് വിശ്വാസികളെ? അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതേ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് ചോദിച്ചു. ഇത് എപ്പോഴാ ചോദിക്കുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബികളോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അലൈസ ഹസ്ബുക്കും സുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പോരടോ? ആരോടാ ചോദിക്കുന്നത്? താബീങ്ങളോട് ചോദിക്കുകയാ. അലൈസ ഹസ്ബുക്കും സുന്നത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്ത് പോരെ? എന്തിനാ നാട്ടാചാരത്തിന്റെ പിന്നാലെ പോകുന്നത്? എന്തിനാ മറ്റുള്ളവനൊക്കെ പറയുന്നതിന്റെ പിന്നാലെ പോകുന്നത്? നിങ്ങൾക്ക് ഉണ്ടല്ലോ പ്രമാണത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വചനാമൃതങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പോരെ എന്ന് ചോദിക്കുന്നതാരാ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അത്തരം വിശ്വാസികളിൽ ആ ഈമാനോടുകൂടിയുള്ള ആ സ്വഹാബക്കളെ അനുധാവനം ചെയ്യുവാൻ റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും സ്ഥൈര്യവും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ.